ചൊവ്വ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ചുവന്ന മണ്ണും ഉണങ്ങി വരണ്ട പാറക്കൂട്ടങ്ങളും വലിയ മലകളുമാണ്. എന്നാൽ മനുഷ്യന് താമസിക്കാൻ പറ്റിയ വെള്ളം സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥലം ചൊവ്വയിലുണ്ടെങ്കിലോ? അതെ, ശാസ്ത്രലോകം ഇപ്പോൾ വലിയൊരു ആവേശത്തിലാണ്. ചൊവ്വയിലെ ആർക്കേഡിയ പ്ലാനിറ്റിയ എന്ന സ്ഥലമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. എന്താണ് അവിടെ ഒളിഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കാം. ചൊവ്വയിലെ വലിയ അഗ്നിപർവ്വതങ്ങൾക്കും ഗർത്തങ്ങൾക്കും ഇടയിൽ ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ഒരു സമതല പ്രദേശമാണ് ആർക്കേഡിയ പ്ലാറ്റിനിയ. കാണുമ്പോൾ വലിയ പ്രത്യേകതയൊന്നും തോന്നില്ല. പക്ഷെ ഈ മണ്ണിന് തൊട്ടു താഴെ വലിയൊരു നിധിയുണ്ട്. മറ്റൊന്നുമല്ല, ഐസ് അഥവാ മരവിച്ച വെള്ളം. എങ്ങനെയാണ് ശാസ്ത്രജ്ഞർ ഇത് കണ്ടെത്തിയത്? ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ സ്ഥലത്ത് വിചിത്രമായ ചില പാറ്റേണുകൾ കണ്ടു. ഭൂമിയിലെ തണുത്തുറഞ്ഞ പ്രദേശങ്ങളിൽ മഞ്ഞുരുകുമ്പോഴും കട്ടിയാകുമ്പോഴും മണ്ണിലുണ്ടാകുന്ന വിള്ളലുകൾ പോലെയാണിവ. റഡാർ പരിശോധനയിലും മണ്ണിനടിയിൽ ഐസിന്റെ സാന്നിധ്യം വ്യക്തമായിട്ടുണ്ട്. വെറും 10-20 സെന്റിമീറ്റർ മണ്ണ് നീക്കിയാൽ ഐസ് ലഭിച്ചേക്കാം എന്നാണ് നിഗമനം. ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? ഭാവിയിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സോ നാസയുടെ മനുഷ്യനെയോ ചൊവ്വയിലേക്ക് അയക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി വെള്ളമാണ്. ഭൂമിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോവുക നടപ്പില്ല. ആർക്കേഡിയ പ്ലാനിറ്റിയയിൽ ഇറങ്ങിയാൽ കുഴൽ കിണർ ഒന്നും അടിക്കേണ്ടി വരില്ല. തൊട്ടു താഴെ നിന്ന് ഐസ് എടുക്കാം. ഇത് കുടിവെള്ളത്തിനായി ഉപയോഗിക്കാം. അതുമാത്രമല്ല, ഇതിൽ നിന്ന് ഓക്സിജനും റോക്കറ്റിന് ആവശ്യമായ ഇന്ധനവും വരെ ഉൽപ്പാദിപ്പിക്കാം. ചുരുക്കത്തിൽ ചൊവ്വ വെറും ഒരു ചുവന്ന ഗ്രഹമല്ല, ഭാവിയിൽ മനുഷ്യന്റെ രണ്ടാം വീടാകാൻ പോകുന്ന സ്ഥലമാണ്. ആർക്കേഡിയ പ്ലാനിറ്റിയ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ ആദ്യത്തെ കോളനി. ഈ കണ്ടുപിടുത്തത്തെ കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? ചൊവ്വയിൽ മനുഷ്യർ താമസിക്കുന്നത് കാണാൻ സാധിക്കുമോ? കമന്റ് ചെയ്യുക. ശാസ്ത്ര സാങ്കേതിക ലോകത്തെ പുതിയ വിശേഷങ്ങൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.